ആനന്ദിക്കാനാണ് സാറിന്റെ ലക്ഷ്യം? എനിക്ക് ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. പെറ്റമ്മയ്ക്ക് തുല്യമാണ് നമ്മുടെ ജന്മഭൂമി. അതിനെ ദ്രോഹം ചെയ്യുന്നവർ ആരായിരുന്നാലും ശരി, അവരെ കണ്ടുപിടിക്കുക, തകർക്കുക. എന്തിനാണ് നീ എനിക്ക് ആപത്ത് നിറഞ്ഞ ജോലി? ചേട്ടാ, അച്ഛൻ നമ്മ വളർത്തിക്കൊണ്ടുവന്നത് തന്നെ 2 പടയാളികളായിട്ടാണ്. ജീവിതം ആനന്ദിക്കാനും ആസ്വദിക്കാനുള്ളതാണ്. അത് പാടെ മറന്ന് രക്തസാക്ഷിയാവാൻ ശ്രമിക്കുന്നത് മഠേതരമാണ്. ചേട്ടാ, ഒരുവന്റെ മരണശേഷം അവൻ ജീവിച്ചിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലും അടയാളം വേണം. അല്ലെങ്കിൽ ഈ കല്ലിനും മരങ്ങൾക്കും മനുഷ്യർക്കും തമ്മിൽ എന്താ വ്യത്യാസം? അത് വേദാന്തം, നമുക്ക് പറ്റിയതല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ചേട്ടന് ഈ നാട്ടിൽ തന്നെ ജോലി നോക്കിക്കൂടെ? സത്യം പറഞ്ഞാൽ അനിയ, എനിക്ക് ഈ നാടേ വെറുപ്പാണ്. രാവിലെ കാപ്പിയുടെ റോമിൽ, ഉച്ചയ്ക്ക് ഊണ് പാരീസിൽ, രാത്രി അത്താഴം ന്യൂയോർക്കിൽ. അതാണ് അനിയ ജീവിതം. ഓഹോ, അതിനുവേണ്ടിയാണോ ഈ വിദേശ വിമാന വകുപ്പിൽ തന്നെ ജോലി നോക്കുന്നത്? മക്കളെ, രണ്ടുപേരും തുറിച്ചു നോക്കുന്നത്. നിനക്ക് പോകാൻ സമയമായില്ലേ? നിനക്ക് 8 മണിക്ക് എയർപോർട്ടിൽ പോകണമെന്നല്ലേ പറഞ്ഞത്? ചേട്ടനല്ലേ പോകണ്ട, നിനക്കല്ലേ പോകണ്ട. എടോ പാച്ചമ്പിള്ളേ, ഈ സിഗരറ്റ് വലിക്കുന്നത് പോലും ഞാൻ അറിയാൻ അവർ ഭയപ്പെടുന്നു. അത് പിന്നെ അങ്ങനെയല്ലേ അമ്മച്ചി? മേജർ സാറിന്റെ മിലിറ്ററി ഡിസിപ്ലിനിലല്ലേ അമ്മ അവരെ വളർത്തിയത്? എന്റെ അഭിപ്രായത്തിൽ മരിച്ചവൻ ആ ചാരസംഘത്തിൽപ്പെട്ട ആളാണ്. എയർപോർട്ടിൽ വെച്ച് ഞാൻ താക്കീത് ചെയ്ത സ്ത്രീയാണ് കൊന്നിരിക്കുന്നത്. അപ്പോൾ അവളും ആ പാർട്ടിയിൽപ്പെട്ടവൾ തന്നെ? ആ ഡയറിയിൽ 2 പേര് കണ്ടു, രാജ, സ്വാമിജി. ഇവരെ പറ്റിയാണ് ഇനി നമുക്ക് അന്വേഷിക്കുന്നത്. മിസ്റ്റർ ചന്ദ്രൻ, അവർ 2 പേരും ഈ നാട്ടിലെ ബഹുമാനപ്പെട്ട വ്യക്തികളാണ്. സോ യു മസ്റ്റ് ബി വെരി കെയർഫുൾ. അറിയാം, തക്കതായ തെളിവുകളില്ലാതെ പോയാൽ എന്റെ ഉദ്യോഗം തന്നെ അപകടത്തിലാകുമെന്ന് എനിക്കറിയാം. ആ മരിച്ചവന്റെ ശവം എവിടെ? ആ സ്ഥലത്ത് തന്നെ ഉണ്ട്. അവിടെ ഞാൻ കാവലിന് ആളെയും വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ മരിച്ചവനെ അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ? ഗുഡ് ഐഡിയ. ഗോ ഹെഡ് വിത്ത് യുവർ പ്ലാൻ. ഈ സിൽവർ ഹെഡിനെ പറ്റിയിട്ടുള്ള അന്വേഷണം നിങ്ങളെ ഞാൻ ചുമതലപ്പെടുത്തുന്നു. താങ്ക് യു സർ. ഇതെല്ലാം നിങ്ങൾക്ക് ഉപകരിക്കുന്ന ചില സാധനങ്ങളാണ്. ഇതിൽ വെടിയുണ്ടകൾ നിറച്ചിട്ടുണ്ട്. ലുക്ക്, ഇതും അതുപോലെയുള്ള ഒരു സാധനമാണ്. ലുക്ക്, ഇതൊക്കെ ചില എമർജൻസിയിൽ നിങ്ങൾക്ക് ഉപകരിക്കും. എന്നെ ഏൽപ്പിക്കുന്ന ജോലി അത് അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ ഞാൻ ചെയ്യുമെന്ന് അങ്ങ് ഉറപ്പ് നൽകുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സാർ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പ്ലീസ് സിറ്റ് ഹിയർ. താങ്ക് യു. വാട്ട്സ് കമിങ്? ഞാൻ ഡാൻസിംഗ് ക്ലാസ് പോവാണ്. ഡാഡി ഡാഡി, ഈ ശാന്തി ഉണ്ടല്ലോ. പിന്നെ എക്സ്ക്യൂസ് മീ. ഇതെന്തൊരു അന്യായമാണ്. ഈ വീട്ടിൽ എല്ലാം പുതുമയായിരിക്കുന്നല്ലോ. ഞാൻ ഇരുന്നോളാം. ദേവി എന്റെ കഴുത്തിന് മാത്രം പിടിക്കരുത്. എന്റെ പൊന്നു മിസ് പങ്കിയമ്മേ, നേരത്തെ 2 പേരും വന്ന് എന്റെ കഴുത്തിൽ പിടിച്ച വേദന ഇതുവരെ മാറിയിട്ടില്ല. നിൽക്കാൻ പാടില്ല. ദേവി എന്റെ അടുത്ത് വരരുത്. ഇരിക്കണം, മുതലാളി ഞങ്ങൾ ഡിസ്മിസ് ചെയ്യും. എന്റെ അടുത്ത് വരരുതെന്നാണ് പറഞ്ഞത്. വന്ന കാര്യം വേറെ. കാപ്പ് കുടിക്കണം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ചന്ദ്രൻ. എന്റെ കുട്ടികൾക്ക് പറ്റിയ അബദ്ധം ഞാൻ അറിഞ്ഞു. ക്ഷമിക്കണം. സാരമില്ല, അവരെന്റെ കഴുത്തിൽ പിടിക്കുന്നതിന് മുമ്പ് അങ്ങ് ഇവിടെ എത്തിയല്ലോ. പിന്നെ എന്താ ഇങ്ങോട്ടൊക്കെ? കാര്യം തുറന്നു പറയുന്നത് ക്ഷമിക്കണം, തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ചില സംശയങ്ങളൊക്കെ തീർക്കാനുണ്ട്. നിങ്ങളെപ്പോലെ രാജ്യസേവനം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന് എന്ത് സഹകരണവും നൽകേണ്ടത് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും കടമയാണ്. താങ്ക്സ്.
നമ്മുടെ നാടിന്റെ സുരക്ഷിതത്വം തകർക്കാൻ ചില മറുനാടൻ ഏജന്റന്മാർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മാതൃഭൂമിക്ക് ദ്രോഹം ചെയ്യുന്നവർ മഹാപാപികളാണ്. അങ്ങനെയുള്ള ഒരുവന്റെ ഡയറിയിൽ അങ്ങയുടെ പേര് ഞാൻ കണ്ടു. എന്റെ പേര്? ആരാണവൻ? അവന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. S31 എന്നൊരു മാർക്കുണ്ട്. കൊള്ളക്കാരനായിരിക്കും. എന്റെ ബംഗ്ലാവും കൊള്ളയടിക്കാൻ അവൻ ഉദ്ദേശമുണ്ടായിരുന്നിരിക്കണം. അതാവാം അതിൽ എന്റെ പേര് കണ്ടത്. ആട്ടെ, ആ ഡയറി എവിടെ? ഡയറി കൈമറിഞ്ഞു പോയി. ഓ, ഉടനെ അത് പോലീസിൽ ഏൽപ്പിക്കേണ്ടതായിരുന്നു. എങ്കിൽ എനിക്കെങ്കിലും രക്ഷ കിട്ടുമായിരുന്നു. ഇവിടുത്തെ ഈ ഗൂഢസംഘത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി അങ്ങക്ക് വല്ലതും അറിയാമോ? മിസ്റ്റർ ചന്ദ്രൻ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ജീവിതത്തിൽ അധിക കാലവും ഞാൻ പേർഷ്യയിലായിരുന്നു. ധാരാളം പണവും ഉണ്ടായി. ഇനിയുള്ള കാലമെങ്കിലും ജനിച്ച നാട്ടിൽ സുഖമായി സമാധാനമായി ജീവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് താമസമാക്കിയത്. അങ്ങക്ക് സ്വാമിജി അറിയാമോ? അദ്ദേഹം ഇന്നത്തെ ലോകത്തിന്റെ ആത്മീയ ചൈതന്യമാണ്. അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും, സ്ഥലം, ആശ്രമം, സ്വത്തുക്കൾ എല്ലാം നൽകിയത് ഞാനാണ്. അപ്പോ സ്വാമിജി അങ്ങയുടെ ഒരു ബന്ധു കൂടിയാണല്ലേ? അതെ. എനിക്ക് കിട്ടിയ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് സത്യാവസ്ഥ അന്വേഷിക്കാമല്ലോ എന്ന് കരുതി ഞാൻ വന്നേ ഉള്ളൂ. മിസ്റ്റർ ചന്ദ്രൻ, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നടത്തി. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. Now I must introduce my children. കല, മാല. പേടിക്കണ്ട മിസ്റ്റർ ചന്ദ്രൻ, രണ്ടും എന്റെ മക്കളാണ്. ഇത് മാല, അത് കല. ഇത് ഇന്റലിജൻസ് ഓഫീസർ മിസ്റ്റർ ജയചന്ദ്രൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ പിന്നെ ഞങ്ങളെ ഭയന്നാണോ ഇത്ര പെട്ടെന്ന് യാത്ര? അയ്യോ, അതൊന്നുമല്ല. എന്നാൽ ഞങ്ങളുടെ സ്വീകരണം ഭയന്നിട്ടായിരിക്കും. മിസ്റ്റർ ചന്ദ്രൻ, നാളെ മുതൽ എന്റെ ബംഗ്ലാവിന്റെ മുൻപിൽ ഞാനൊരു ബോർഡ് എഴുതി വെക്കാൻ പോവുകയാണ്. എന്താണത്? ചില വീടുകളുടെ മുൻപിലൊക്കെ കണ്ടിട്ടില്ലേ, ഇവിടെ കടിക്കുന്ന നായയുണ്ട്, സൂക്ഷിക്കുക എന്ന്. അതുപോലെ ഇവിടെ പെൺകുട്ടികളുണ്ട്, സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന പലർക്കും ഈ കഴുത്തിൽ പിടിയും വേദനയും ഇല്ലാതെ രക്ഷപ്പെടാം. നിങ്ങളൊരു പോലീസ് ഓഫീസറല്ലേ? കുറ്റം ചെയ്ത പ്രതികളെ വെറുതെ വിടരുത്. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് 1-ാം പ്രതി മാലയുടെ പ്രവൃത്തി. ഞങ്ങൾ ഓർക്കുന്നതിനെങ്കിലും ഒരടയാളമായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. Right.